എടി, നീ അറിഞ്ഞില്ലേ അപ്പുറത്തെ സുമലതയുടെ മരുമക്ക് വിശേഷമുണ്ടെന്ന്? ഇന്നാളങ്ങ് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെയുണ്ട് ഒരെണ്ണം, പ്രസവിക്കാൻ കൂടി കഴിവില്ലാത്തവള്. ഞാനിതെങ്ങനെ സഹിക്കും? എനിക്കാണെങ്കിൽ ഇപ്പോൾ പുറത്തോട്ടിറങ്ങി നടക്കാൻ കൂടി പറ്റുന്നില്ല. മരുമക്ക് വിശേഷമായില്ലേ, മരുമക്ക് വിശേഷമായില്ലേ, ഇതു മാത്രമേ ആൾക്കാർക്ക് ചോദിക്കാനുള്ളൂ. കേട്ട് കേട്ട് മനുഷ്യൻ്റെ ചെവി കൂടി മരവിച്ച്. എൻ്റെ മകൻ്റെ ഒരു വിധി എന്തു പറയാനാ? ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുമ്മ, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഡോക്ടറും പറഞ്ഞത് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുമെന്ന് തന്നെയല്ലേ. ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, അതൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ മാറും. വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ, കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിനക്ക് കുട്ടികൾ ഉണ്ടാവാത്തത്. നിനക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പിള്ളേരുണ്ടാവാത്തത്. അല്ല, നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞല്ലോ, ഇതുവരെ പിള്ളേരൊന്നും ഉണ്ടായില്ലല്ലോ. അതെന്താ? അതപ്പം നിന്റെ ഫാമിലിയിലെ കുഴപ്പം തന്നെയാണ്. അതാ നിങ്ങൾക്കൊന്നും കുട്ടികളുണ്ടാവാത്തത്. എൻ്റെ കുടുംബത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവൾക്ക് കുട്ടിയുണ്ടായി. ഇപ്പം 2 പിള്ളേരും ഉണ്ട്. നീയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മകൻ്റെ കാശ് കളയാനായിട്ട്, അല്ലാതെ വേറെന്തിനാ? ഇപ്പം തന്നെ കളഞ്ഞില്ലേ ലക്ഷങ്ങളോളം. എന്നിട്ടെന്താ, വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് ഒറ്റ പോക്ക. ഏതു നേരത്താണാവോ എൻ്റെ മകനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ തോന്നിയത്. എന്താടാ അത്? ഇത് അവക്ക് കുറച്ച് ഫ്രൂട്ട്സ് അമ്മ. ആ, അത് കൊള്ളാം. സാധാരണ പെണ്ണുങ്ങൾക്ക് വിശേഷമാകുമ്പോഴാ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിപ്പിക്കുന്നേ. ഇതിപ്പം അതിനു മുമ്പേ വാങ്ങി തീറ്റിപ്പിക്കല. എന്റെ അമ്മയെ ഡോക്ടർ നിർദ്ദേശിച്ചുകൊണ്ടാ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കൊടുക്കുന്നേ. ഞാൻ പറയുന്നതാണല്ലോ കുറ്റം. എടാ, ഇവള് നിനക്ക് എന്നൊരു കുഞ്ഞിനെ തരുവിടാ. ഈ ഫ്രൂട്ട്സൊക്കെ കഴിപ്പിക്കൽ മാത്രമാവോ? ദിവ്യേ, നീ അകത്തേക്ക് പോക്കോ, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഓ, ഇങ്ങനെ ഒരു അച്ചിക്കോന്തൻ ഇവനൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നതാണാവോ? നാണം കെട്ടവൻ, പെണ്ണുമ്പുള്ളിയുടെ പുറകെ നിന്ന് മാറില്ല. ഫ്രൂട്ട്സ് മുറിച്ചു കൊടുക്കല്, കഴിപ്പിക്കല്, എന്തൊക്കെ കാണണം. എന്തായി? ഇല്ലമ്മ, നെഗറ്റീവാ. ആ, എനിക്കറിയായിരുന്നു ഇങ്ങനെ വരത്തുള്ളെന്ന്. നിനക്കല്ലെങ്കിലും ഒരു കുഞ്ഞൊന്നും ഉണ്ടാകാനൊന്നും പോണില്ല. നീ ഇനി അതിനു വേണ്ടി സ്വപ്നം കാണാനും മനക്കോട്ട കെട്ടാനും നിൽക്കണ്ട. നീ ഒരു ഉപകാരം ചെയ്താൽ മാത്രം മതി. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോകാവോ? അതാണ് എനിക്ക് ആശ്വാസം. എല്ലാ ദിവസവും പള്ളിയിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. എന്തിനാ ഈ പ്രഹസനമൊക്കെ? നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. നടക്കണിങ്ങനെ. ലിവിയെ, എന്തൊക്കെയുണ്ടടി? ആ, നിമ്മി, നീ എപ്പോഴടി വന്നേ? ഞാൻ ഇന്നലെ വന്നേ. 2 ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കാൻ പോയിട്ടും വരുവാ. ആ, എന്തായാലും ഇനി 2 മാസം ഇവിടെ ഉണ്ടാവും. ഇടി, നിന്റെ കുട്ടിപ്പട്ടാളത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആടി, എല്ലാവരും ഉണ്ട്. ഇളയ മോൻ്റെ മാമോദിസ കൂടി നടത്തിയിട്ട് ഞങ്ങൾ ഇനി പോകത്തുള്ളൂ. നീ കണ്ടിട്ടില്ലല്ലോ ഇളയാളെ. നീ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ആ, അല്ലെങ്കിൽ വേണ്ട, നാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ, പ്രസവിക്കാൻ കൂടി കഴിവില്ലാത്ത ഇവളുടെയൊക്കെ കയ്യിലാണോ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ പോണത്? നന്നായി. അതുങ്ങൾ വീട്ടിലെങ്ങാനും ഇരിക്കട്ടെ, വെറുതെ ഇവളുടെ കയ്യിലൊക്കെ കൊണ്ടു കൊടുത്താലേ. എന്തിനാ വെറുതെ കണ്ണേറൊക്കെ മേടിച്ച് വെക്കുന്നത്? ഓ, എൻ്റെ മകൻ്റെ ജീവിതം ഇവള് കളഞ്ഞു. ഓ, ഇവിടുന്നെങ്ങാനും പോയി തന്നിരുന്നെങ്കിൽ എൻ്റെ മകൻ രക്ഷപ്പെട്ടേനെ. ഇല്ല ആൻറ്റി, നിങ്ങളുടെ മകൻ അങ്ങനെ രക്ഷപ്പെടാനൊന്നും പോണില്ല. ഒന്ന് പോടി. അതെ, ഇവക്ക് കുട്ടികളുണ്ടാകാതിരിക്കാനുള്ള അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. PCOD ഉണ്ട്. അതിപ്പോൾ ആർക്കാ ഇല്ലാണ്ടിരിക്കുന്നത്? എനിക്കും ഉണ്ട് PCOD. എന്നിട്ട് എനിക്ക് 3 കുട്ടികളുണ്ടല്ലോ. അപ്പം അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ മകനാ കുഴപ്പം. അയാൾക്ക് 0 കൗണ്ടാണ് ഉള്ളത്. 0 കൗണ്ടുള്ള ഒരാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമോ? ഒരിക്കലുമില്ല. ഇപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ കുറ്റവും ഇവളുടെ തലയിൽ കൊണ്ടുപോയി ചുമത്തി കൊടുക്കുവാണല്ലേ. നിങ്ങളോട് പോലും ഇതിവൾ പറയാതിരുന്നത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. സ്വന്തം ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്നത് കാണാൻ കഴിയല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ആൻറ്റി, ഇവക്ക് കുട്ടികളില്ലെന്നേ ഉള്ളൂ. ഇവിടെ കുട്ടികളുണ്ടായിട്ടും
ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിൽ എറിയുന്നവരും കുട്ടികളെ എറിഞ്ഞു കൊല്ലുന്നവരും തല്ലി കൊല്ലുന്നവരും വരെയുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ചും ഇവളിവിടെ കഴിഞ്ഞില്ലേ? അതാണ് ഇവളുടെ നന്മ. അതൊക്കെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി പെരുമാറ്. പിന്നെ എൻ്റെ കുഞ്ഞിനെ എടുക്കാനുള്ള ഏറ്റവും യോഗ്യമായ കൈ അത് അവളുടെ തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട.